ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അജ്ഞാനം നീങ്ങണമെങ്കിൽ ജ്ഞാനം കൊണ്ടുവരിക തന്നെ വേണം. ഇരുട്ടകലണമെങ്കിൽ വെളിച്ചമല്ലേ നമുക്ക് അവശ്യഘടകം. അപ്രകാരം നമ്മളിലുള്ള അറിവില്ലായ്മയെ അറിവുകൊണ്ടാണ് നികത്തേണ്ടത്. അപ്രകാരം വിദ്യ കൊണ്ടേ വെല്ലനാകൂ അവിദ്യയെ, വിദ്യയാണമൃതെന്നു ചൊല്ലുന്നറിവുള്ളോർ. ഈശപ്രസാദത്തെ വിദ്യയെന്നോതുന്നു, പാണ്ഡിത്യമെന്നതോ വിദ്യയല്ല. എത്ര വലിയ ഒരു തത്വരത്നമാണ് ഈ 4 വരികളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. വിദ്യ കൊണ്ടേ വെല്ലാനാവൂ അവിദ്യയെ. ഇവിടെ വിദ്യ എന്നതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച അറിവ്, തന്നെക്കുറിച്ചുള്ള അറിവ്, തൻ ആരാണെന്ന, നമ്മൾ ഓരോരുത്തരും ആരാണെന്ന പരമസത്യം അറിയുമ്പോൾ മാത്രമേ അജ്ഞാനം ഇല്ലാതെയാവുകയുള്ളൂ. ശരിയായ ജ്ഞാനം നമുക്കുണ്ടാവുകയുള്ളൂ. സത്യമേതാണ്, അസത്യമേതാണ്, നിത്യമേതാണ്, അനിത്യമേതാണ് എന്ന തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമുക്ക് വിദ്യ വേണം. വിദ്യ എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവ്. ഈ ലോകത്തെ സംബന്ധിച്ച അറിവ് മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ. ഈ അറിവ് കൊണ്ട് ഇത് മാത്രം അറിയാം. എന്നാൽ ആത്മാവിനെ അറിയുമ്പോൾ അതാണ് ഇതെല്ലാം എന്ന പരമസത്യം നമുക്ക് വെളിവായി കിട്ടും. അതാണ് വിദ്യ കൊണ്ടേ വെല്ലാനാവൂ അവിദ്യയെ. വെല്ലുക എന്നാൽ ജയിക്കുക. വിദ്യ കൊണ്ട് മാത്രമേ അവിദ്യയെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. വിദ്യയാണ് അമൃതെന്നു ചൊല്ലുന്ന അറിവുള്ളോർ. വിദ്യ എന്നത് അമൃതാണ്. ഒരിക്കലും മരിക്കാത്ത അവസ്ഥയെക്കുറിച്ചുള്ള അറിവാണ് വിദ്യ എന്നത്. വിദ്യയാണ് അമൃതെന്നു ചൊല്ലുന്ന അറിവുള്ളോർ. വിദ്യ എന്നത് അമൃതിന് സമാനമാണ്. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നു. ഈശപ്രസാദത്തെ വിദ്യയെന്നോതുന്നു. മാത്രമല്ല, അത് ഈശ്വരൻ്റെ പ്രസാദം കൂടിയാണ് വിദ്യ. ഈശ്വപ്രസാദത്തെ വിദ്യയെന്നോതുന്നു. വിദ്യ എന്നത് ഈശ്വരൻ്റെ പ്രസാദമാണ്. പാണ്ഡിത്യമെന്നതു വിദ്യയല്ല. ഈശ്വരൻ്റെ പ്രസാദമാണ് വിദ്യ. എന്നാൽ കുറേ പഠിച്ചു വെച്ചത് കൊണ്ട് വിദ്യയാകുന്നില്ല. കുറേ ശാസ്ത്രങ്ങൾ ഹൃദിസ്ഥമാക്കിയവരുണ്ട്. ധാരാളം ശാസ്ത്രം പഠിച്ചവരും എവിടെ വേണമെങ്കിലും അതെടുത്ത് ഉദ്ധരിക്കാൻ കഴിയുന്നവരും എല്ലാമുണ്ട്. ആത്മജ്ഞാനം മാത്രം അവർക്ക് ഉണ്ടായി. അതുകൊണ്ട് മാത്രം ആത്മജ്ഞാനം ഉണ്ടാവുകയില്ല. എന്നാൽ ഈശപ്രസാദത്തെ വിദ്യയെന്നോതുന്നു. ഈശ്വരൻ്റെ പ്രസാദമാണ് വിദ്യ എന്ന് പറയുന്നത്. പാണ്ഡിത്യമെന്നത് വിദ്യയല്ല. ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അത് ഉദ്ധരിക്കാനുള്ള കഴിവ് പാണ്ഡിത്യം എന്നാണ് പറയുന്നത്. ആ പാണ്ഡിത്യം വിദ്യയല്ല. ആ പാണ്ഡിത്യം കൊണ്ട് വിദ്യ നേടാനും ആവില്ല. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസർ അല്പം പോലും വേദങ്ങളോ ശാസ്ത്രങ്ങളോ വിദ്യാഭ്യാസമോ സ്കൂളിലെ സർവകലാശാലകളോ ഒന്നും പഠിച്ചിട്ടില്ല. എന്നാൽ വിദ്യ അവർ അഭ്യസിച്ചു. താൻ ആരാണെന്ന പരമസത്യം അവർക്ക് ബോധ്യമായി. അതാണ് അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്ന അറിവ്. വിദ്യയാണ് അമൃതെന്നു ചൊല്ലുന്ന അറിവുള്ളോർ. ഈശപ്രസാദത്തെ വിദ്യയെന്നോതുന്നു. ഈശ്വരൻ്റെ പ്രസാദം തന്നെയാണ് വിദ്യ എന്ന് പറയുന്നത്. പാണ്ഡിത്യം എന്നത് വിദ്യയല്ല. പാണ്ഡിത്യം ഒരിക്കലും വിദ്യയും ആകുന്നില്ല. അതിനാൽ നമ്മളെപ്പോഴും മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട പരമതത്വമാണിത്. വിദ്യ കൊണ്ടേ വെല്ലാനാവൂ അവിദ്യയെ, വിദ്യയാണ് അമൃതെന്നു ചൊല്ലുന്നറിവുള്ളോർ. ഈശപ്രസാദത്തെ വിദ്യയെന്നോതുന്നു. പാണ്ഡിത്യമെന്നത് വിദ്യയല്ല.